വഞ്ചി നീച്ചു വഞ്ചി ചുണ്ടം വഞ്ചി ചുരുട്ടു വഞ്ചി ചന്തമുള്ള കരുപ്പൻ വഞ്ചി എന്റെ വഞ്ചി ഇരട്ട വഞ്ചി റേസ് ഡേ 4 ആണ് ലൈവ് ഫ്രം പിറവം എറണാകുളം കേരള. മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. മൂവാറ്റുപുഴയാറിൻ്റെ മനോഹരമായ കാഴ്ച. തൊടുപുഴയാറും കാളിയാർ പുഴയും കോതമംഗലം പുഴയും ചേർന്ന് ഒരുമിച്ച് മൂവാറ്റുപുഴയാറായി മാറി ഇതാ പിറവത്തുകൂടെ വേമ്പനാട്ടുകായലിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ പോയിന്റ് സിസ്റ്റം നമുക്ക് കാണാം. ആദ്യ പ്ലേസ് നേടുന്ന ഓരോ ടീമിനും 10 പോയിന്റാണ് ഓരോ റേസിലും. സെക്കൻഡ് പ്ലേസിന് 8 പോയിന്റും, തേർഡ് പ്ലേസിന് 7 പോയിന്റും, ഫോർത്ത് പ്ലേസിന് 6 പോയിന്റും, ഫിഫ്ത്ത് പ്ലേസിന് 5 പോയിന്റും, സിക്സ്ത് പ്ലേസിന് 4 പോയിന്റുമാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ നിലവിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ട്രോപ്പിക്കൽ ടൈറ്റൻസ് 3 റേസുകൾ കഴിയുമ്പോൾ 40 പോയിന്റുമായി ബഹുദൂരം മുന്നിലാണ്. രണ്ടാം സ്ഥാനത്ത് കുമരകം NCDC കൈപ്പുഴമുട്ട് NCDC തുഴയുന്ന ദേവസ് എന്ന് പറയുന്ന മൈറ്റി ഓർസ് വള്ളമാണ് 21 പോയിന്റിൽ. രണ്ടാം സ്ഥാനം പങ്കിടുന്നു UBC കൈനകരിയുടെ ചമ്പക്കുളം വള്ളം കോസ്റ്റ് ഡോമിനേറ്റേഴ്സ്. അവർക്കും 21 പോയിന്റ് വീതമാണ്. ഹീറ്റ് 1ലേക്ക് നീങ്ങും മുമ്പ് പരിചയപ്പെടുത്തട്ടെ CBLന്റെ കമന്ററി ബോക്സിൽ പിറവത്ത് തത്സമയം ഏഷ്യാനെറ്റ് പ്ലസിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം കമന്ററി ബോക്സിലുള്ളത് വിജയ്നാഥ്. ഹീറ്റ് നമ്പർ 1. അതെ, ഒന്നാം ഹീറ്റ്സിലെ മത്സരമാണ് ആരംഭിക്കുന്നത്. ഒന്നാം ഹീറ്റ്സിലെ മത്സരത്തിൽ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് UBC കൈനകരിയുടെ ചമ്പക്കുളം ചുണ്ടനാണ്. കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് ഈ വള്ളത്തെ നയിക്കുന്നത് സാജു ജേക്കബ് മലയിലാണ്. ഇടത്വ വില്ലേജ് ബോട്ട് ക്ലബിന്റെ ഗബ്രിയേലാണ്. ബാക്ക് വാട്ടർ നൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിനെ നയിക്കുന്നത് എബ്രഹാം കോശിയാണ്. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കുമരകം ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ്. പ്രൈഡ് ചാമ്പേഴ്സ് എന്ന പേരിലുള്ളത് നയിക്കുന്നത് കോരിത്ത് ജോണാണ്. ഇതാ ഒന്നാം ഹീറ്റ്സിലൂടെ കടന്നു വരുന്ന ചമ്പക്കുളം ചുണ്ടൻ കടന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും പേരുകെട്ട ചമ്പക്കുളം ചുണ്ടൻ. UBC കൈനകരി തുടർന്ന് ചമ്പക്കുളം ചുണ്ടൻ 3 മിനിറ്റ് 13 സെക്കൻഡിൽ ഒന്നാമതെത്തിയിരിക്കുന്നു. പ്രൈഡ് ചേസേഴ്സ് വിയപുരം 3 മിനിറ്റ് 13.4 സെക്കൻഡിൽ രണ്ടാമതും. പിറവത്ത് മാത്രമാണ് വള്ളംകളിക്ക് സ്ഥിരം സംവിധാനങ്ങൾ, ഇരുന്ന് കാണാനുള്ള സ്ഥിരം സംവിധാനങ്ങളുള്ളത്. റേസ് ഡേ 4 ഹീറ്റ് 2 സ്റ്റാർട്ട് ലിസ്റ്റ്. തണ്ടർ ഓർസ് ട്രാക്ക് 1ൽ കുമരകം ബോട്ട് ക്ലബ് തുഴയുന്നു. ട്രാക്ക് 2വിൽ ബാക്ക് വാട്ടർ നിഞ്ചാസ് ബ്രദേഴ്സ് ബോട്ട് ക്ലബ് തുഴയുന്നു. ട്രാക്ക് 3ൽ ബാക്ക് വാട്ടർ വാരിയേഴ്സ് പായിപ്പാടൻ. സോ ഹീറ്റ് 2വിന്റെ ആരംഭം. ഞാൻ ഷൈജു ദാമോദരനാണ്. ഓവർ ടു വിജയ്നാഥ്. അതായത് വമ്പന്മാരായ ജലരാജാക്കന്മാർ മൂവാറ്റുപുഴയാറിന്റെ കുഞ്ഞോളങ്ങളെ കുത്തിയെറിഞ്ഞുകൊണ്ട് ചീറിപ്പായുകയാണ്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് KBC ആൻഡ് SFPCയുടെ മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ തണ്ടർ ഓർസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നയിക്കുന്നത് ബിജോയി S ആണ്. റെഡും വൈറ്റും കളർന്ന ജേഴ്സി അണിഞ്ഞിരിക്കുന്നു. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഇടത്വ പ്രദേശ് ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ് ചുണ്ടനാണ്. വയലറ്റ് നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞിരിക്കുന്നു. ബാക്ക് വാട്ടർ നിഞ്ച നയിക്കുന്നത് തോമസ് ഊട്ടിയാണ്. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടനാണ്. അതായത് ബ്ലൂ ജേഴ്സി അണിഞ്ഞിരിക്കുന്നു. ബാക്ക് വാട്ടർ വാരിയേഴ്സ് നയിക്കുന്നത് PG അജയനാണ്. തണ്ടർ ഓർസ്, ബാക്ക് വാട്ടർ നിഞ്ചാസ്, ബാക്ക് വാട്ടർ വാരിയേഴ്സ്. മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ലീഡ് ചെയ്യുന്നു. ഹീറ്റ് 2വിൽ ആവേശകരമായ ഹീറ്റ് 2 പുരോഗമിക്കുകയാണ്. മൂവാറ്റുപുഴയാറിന്റെ ഓളപ്പരപ്പിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് 3 ചുണ്ടൻ വള്ളങ്ങൾ പറന്നു വരുന്ന കാഴ്ചയാണ്. മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ തണ്ടർ ഓർസ്, ബാക്ക് വാട്ടർ നിഞ്ചാസ്, ബാക്ക് വാട്ടർ വാരിയേഴ്സ്. മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിലാണ് ആദ്യം ഒന്നാം ഹീറ്റ്സിൽ കടന്നു വന്നത് ചമ്പക്കുളമാണെന്നുണ്ടെങ്കിൽ രണ്ടാം ഹീറ്റ്സിൽ കടന്നു വന്നിരിക്കുന്നത് മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിലാണ്. ഓരോ തുഴപ്പാടിലും വീറും വാശിയും നിറയുന്ന പോരാട്ടമാണ് ഇവിടെ കണ്ടത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഹീറ്റ് 3 തയ്യാറായിരിക്കുന്നു. സ്റ്റാർട്ട് ലിസ്റ്റ് ട്രാക്ക് നമ്പർ 1 മൈറ്റി ഓർസ്, ട്രാക്ക് നമ്പർ 2 റേജിംഗ് റോവേഴ്സ് ആൻഡ് ട്രാക്ക് നമ്പർ 3 ട്രോപ്പിക്കൽ ടൈറ്റൻസ്. മൂന്നാം ട്രാക്കിലാണ് ശ്രദ്ധ. നടുഭാഗം വള്ളം ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ നിലവിൽ 40 പോയിന്റുമായി ലീഗിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ മഞ്ഞ ജേഴ്സി അണിഞ്ഞ നടുഭാഗം വള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം വള്ളത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധയും. because they are the champions now, they are the leaders now. I am Shaitu Damodaran, with me is Vijaynath. അതായത് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കുമരകം
NCDC ബോട്ട് ക്ലബിന്റെ ദേവസ് ആണ്. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പോലീസ് ബോട്ട് ക്ലബിന്റെ കാരിച്ചാലാണ്. റേജിംഗ് റോവേഴ്സ് നയിക്കുന്നത് ദേവേഷ് കുമാർ ബെഹ്റയാണ്. പിങ്ക് കളറാണ് അവരുടെ ജേഴ്സി. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഇവനാണ് ജലരാജാവ്. കഴിഞ്ഞ 3 തവണത്തെയും CBL-ലെ ചാമ്പ്യന്മാരായ നടുഭാഗം ചുണ്ടൻ, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മഞ്ഞയും വൈറ്റും കളർന്ന ജേഴ്സി അണിഞ്ഞിരിക്കുന്ന ട്രോപ്പിക്കൽ ടൈറ്റൻസ് നയിക്കുന്നത് നാരായണൻ കുട്ടിയാണ്. ഇവിടെയാണ് ഓരോ തുഴപ്പാടിലും വീറും വാശിയും നിറയുന്ന പോരാട്ടമാണ് മൂവാറ്റുപുഴയാറിൽ കാണുന്നത്. വമ്പന്മാരായ ജലരാജാക്കന്മാരാണ് മൂവാറ്റുപുഴയാറിന്റെ കുഞ്ഞോളങ്ങളെ ഈ കുത്തിയെറിഞ്ഞുകൊണ്ട് ചീറിപ്പായുന്നത്. മൂന്നാം ട്രാക്കിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മികച്ച സമയം, ഹീറ്റ്സിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന ടീമിന് 5 പോയിന്റ് ബോണസ് കൂടി കൈവരിക്കും. അവർക്ക് 5 പോയിന്റ് ബോണസ് കൂടി ഉറപ്പാക്കിക്കൊണ്ടതാ ഈ 3 ഹീറ്റ്സിലെയും ഏറ്റവും മികച്ച സമയം 3:07.80. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019 റേസ് ഡേ 4 ഇൻ പിറവം ഗ്രൂപ്പ് സി ഫൈനൽ, അതായത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. ഏഷ്യാനെറ്റ് പ്ലസിലൂടെ തത്സമയം പിറവത്തെ മൂവാറ്റുപുഴ യാറ്റിൽ നിന്നും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സീസൺ 1 2019 ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ റേസ് ഡേ 4-ലെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ഗ്രൂപ്പ് സി ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. 3 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 3 വള്ളങ്ങൾ തണ്ടർ ഓർസ്, ബാക്ക് വാട്ടർ നിഞ്ചാസ് ആൻഡ് ബാക്ക് വാട്ടർ വാരിയേഴ്സ്. 3 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ലൂസേഴ്സ് ഫൈനൽ ആരാണ് ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിലെ ജേതാവ്? കാരണം ഓരോ പോയിന്റും വളരെ നിർണായകമാണ്. കാരണം ഇത് ലീഗ് അടിസ്ഥാനത്തിൽ 12 വള്ളംകളികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ലീഗാണ്. ലൈൻ 1-ൽ ബാക്ക് വാട്ടർ വാരിയേഴ്സ്, ലൈൻ 2-ൽ ബാക്ക് വാട്ടർ നിഞ്ചാസ്, ലൈൻ 3-ൽ തണ്ടർ ഓർസ്. ഈ ഗ്രൂപ്പ് സി ഫൈനലിൽ നടക്കുന്നത് ട്രാക്ക് 1-ൽ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ തണ്ടർ ഓർസ്, ട്രാക്ക് 2-ൽ സെന്റ് ജോർജ് ബാക്ക് വാട്ടർ നിഞ്ചാസ്, ട്രാക്ക് 3-ൽ പായിപ്പാടൻ ബാക്ക് വാട്ടർ വാരിയേഴ്സ്. 3 വള്ളങ്ങളും തമ്മിൽ ഈ ഗ്രൂപ്പ് സി ഫൈനലിൽ ഓരോ പോയിന്റിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. മൂവാറ്റുപുഴയാറിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് 3 ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരികയാണ്. CBL-ന്റെ 4ാം റേസിലെ 7ാം സ്ഥാനം ഉറപ്പാക്കാൻ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വിജോയ് സുരേന്ദ്രൻ ക്യാപ്റ്റനായിട്ടുള്ള, ലാലൻ കുമരകം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള, കാർത്തികപ്പള്ളിയുടെ സ്വന്തം ജലരാജൻ, കാർത്തികപ്പള്ളിയുടെ സ്വന്തം ജലചക്രവർത്തി മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ അതാ ഒന്നാമതായി ഗ്രൂപ്പ് സി ഫൈനലിൽ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഗ്രൂപ്പ് സി ഫൈനൽ സമാപിച്ചിരിക്കുന്നു. മഹാദേവികാട് കാട്ടിൽ തെക്കേതിലാണ് തോന്നുന്നു 1ാം സ്ഥാനത്തേക്ക് അവർ വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് സി ഫൈനൽ ലൂസേഴ്സ് 2 ഫൈനൽ സമാപിച്ചിരിക്കുകയാണ്. ആവേശകരമായ അന്തരീക്ഷത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2019 colored by Nerola, co-sponsored by KSFE and HDFC Bank, ticketing partner with my show. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരനാണ്, എന്നോടൊപ്പം വിജയ്നാഥാണുള്ളത്. അഭിമാനം വീണ്ടെടുക്കാൻ പിറവത്തു നിന്നും മാക്സിമം പോയിന്റുമായി മടങ്ങാനുള്ള ഒരവസരമാണ് ഈ ലൂസേഴ്സ് ഫൈനൽ 2 ഗ്രൂപ്പ് ബി ഫൈനൽ 2-വിൽ മത്സരിക്കുന്ന ഈ 3 വള്ളങ്ങൾക്കും ചമ്പക്കുളത്തിനായാലും വിയപുരത്തിനായാലും ഗബ്രിയേലിനായാലും ഉള്ളത്. 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചമ്പക്കുളം ചുണ്ടന്, 2ാം ട്രാക്കിലൂടെ ഗബ്രിയേൽ, 1ാം ട്രാക്കിലൂടെ വിയപുരം ചുണ്ടനുമാണ് കടന്നു വരുന്നത്. മനോഹരമായ ദൃശ്യം. മൂവാറ്റുപുഴയാറിനെ പുളകം കൊള്ളിച്ചുകൊണ്ട്, മൂവാറ്റുപുഴയാറിന്റെ കരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് 3 ചുണ്ടൻ വള്ളങ്ങൾ അഴകളവുകളിൽ കേരളത്തിലെ ഏത് ചുണ്ടൻ വള്ളങ്ങളോടും കിടപിടിക്കുന്ന 3 ചുണ്ടൻ വള്ളങ്ങൾ. ചമ്പക്കുളം, ഗബ്രിയേൽ, വിയപുരം. എന്തൊരു മനോഹരമായ വിഷ്വലാണിത്. കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് യുണൈറ്റഡ് ബോട്ട് ക്ലബ് തുണയുന്ന ചമ്പക്കുളം വള്ളം ട്രാക്ക് 2-വിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഗ്രൂപ്പ് ബി ഫൈനലിൽ ഗ്രൂപ്പ് ബി ഫൈനൽ ദി ചാരിയറ്റ് ഫ്രം ചമ്പക്കുളം. ചമ്പക്കുളത്ത് നിന്ന് വെള്ളത്തിലൂടെ പാഞ്ഞു വരുന്ന ഒരു സ്വർണ്ണ രഥം എന്ന് തന്നെ, ദി ചാരിയറ്റ് എന്ന് തന്നെ ഈ വള്ളത്തിന് വിശേഷിപ്പിക്കണം. ചമ്പക്കുളമാണോ ഗബ്രിയേലാണോ? ചമ്പക്കുളം തന്നെ. ഇഞ്ചുകൾക്ക് ചമ്പക്കുളം. കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് VOBC. ഗ്രൂപ്പ് ബി ഫൈനലിലെ റിസൾട്ട് നമ്മൾ പറഞ്ഞതുപോലെ കോസ്റ്റ് ഡോമിനേറ്റേഴ്സ് UBC 3-14-66 1ാം സ്ഥാനത്ത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഗ്രൂപ്പ് എ ഫൈനൽ സ്റ്റാർട്ട് ലിസ്റ്റ്. ട്രാക്ക് 1-ൽ മൈറ്റി ഓർസ്, ട്രാക്ക് 2-ൽ റേജിംഗ് റോവേഴ്സ്, ട്രാക്ക് 3-ൽ ട്രോപ്പിക്കൽ ടൈറ്റൻസ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നടുഭാഗം വള്ളം. ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിൽ നടുഭാഗം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, 2ാം ട്രാക്കിൽ കാരിച്ചാൽ പോലീസ് ബോട്ട് ക്ലബ്, 3ാം ട്രാക്കിൽ ദേവസ് നടുഭാഗം ചുണ്ടൻ. CBL മത്സരത്തിലെ കഴിഞ്ഞ 3 തവണത്തെയും വിജയിയായ നടുഭാഗം ചുണ്ടൻ ഇതാ മഞ്ഞയും വൈറ്റും കളർന്ന ജേഴ്സി അണിഞ്ഞിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരിച്ചാൽ പിങ്ക്
പിങ്ക് നിറമാണ് അണിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്, പക്ഷേ വിട്ടുകൊടുക്കാനില്ല. കൈപ്പുഴമുട്ട് NCDC-യുടെ ദേവസ് പച്ച ജേഴ്സിയിൽ അവരും പറന്നു വരികയാണ്. നാരായണൻകുട്ടി നടുഭാഗം ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം, മനോജ് പത്തുതെങ്ങുങ്കൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം, സുബീഷിന്റെ താളമുണ്ട്, ഗാന്ധിരാജിന്റെ താളമുണ്ട്, ഗാന്ധിയുടെ താളമുണ്ട്, സുബീഷിന്റെ താളമുണ്ട്. ഒന്നാം തുഴയിൽ വരുൺ ശർമ്മ, കിരൺ പൊള്ളാട്, വരുൺ ശർമ്മയുടെ നടുഭാഗം. ഇതാ നാലാം തവണയും ചാമ്പ്യൻ സ്പോർട്സ് ലീഗിന്റെ 4 റേസുകളിലും ആലപ്പുഴയും താഴത്തങ്ങാടിയും കരുവാറ്റയും കീഴടക്കിയ അശ്വമേധം ഇതാ പിറവത്തും തുടരുന്നു. നടുഭാഗം ട്രോപ്പിക്കൽ ടൈറ്റൻസ്, പളാത്തുരുത്തി ബോട്ട് ക്ലബ്. 4ാമത്തെ കിരീടവും തുടർച്ചയായ 4th ടൈറ്റിൽ ഇനറോ. ട്രോപ്പിക്കൽ ടൈറ്റൻസ് 3 മിനിറ്റ് 11.08 സെക്കൻഡിലാണ് പിറവത്തും അവര് ആ കിരീടത്തിലേക്ക് വന്നണഞ്ഞിരിക്കുന്നത്.